സൂറത്തുൽ മുൽക്കാണ് ഖുർആൻ ക്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാം കഴിവുള്ളവനാണ്. മരണത്തെയും ഹയാത്തിനെയും പടച്ചവൻ അവനാണ്. ആ പടച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം പറഞ്ഞു. ഇനി പറയുന്നത് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാഉത് ഫർജിഉൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ്. അല്ലദീ അല്ലാഹു ആരാണെന്നറിയുമോ? ഖലഖസ് സമാവാതി തിബാഖാ, ആകാശത്തവൻ തട്ടുതട്ടുകളായിട്ടവൻ പടച്ചു. ആകാശ ലോകത്തെ തട്ടുതട്ടുകളായിട്ടവൻ പടച്ചു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാഉത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് ആകാശം മാത്രമല്ല, അള്ളാഹുവിന്റെ ഏത് സൃഷ്ടിപ്പിലും നിങ്ങൾക്ക് ഏറ്റ വ്യത്യാസം കാണാൻ സാധ്യമല്ല. അല്ലാഹു തആല വിശാലമായിരിക്കുന്ന ആകാശത്തെ തട്ടുതട്ടുകളായിട്ട് പടച്ചു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാഉത്, ആ പടച്ച ആകാശത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ ആ സൃഷ്ടിപ്പിന് ഒരു യാറക്കുറച്ചും ഏറ്റ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിന്നെയും പറയുന്നു ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, ഒന്നും കൂടി നീ നോക്ക്. ചിലപ്പോ ഒറ്റ നോട്ടത്തിൽ അത് കാണണമെന്നില്ല. ഫർജിഉൽ ബസറ, നിന്റെ കണ്ണിനെ, നിന്റെ നോട്ടത്തെ ഒന്നും കൂടി മടക്ക്, ഒന്നും കൂടി നോക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, ഈ ആകാശത്തിൽ എന്തെങ്കിലും യാറക്കുറവ്, ആകാശത്തിൽ എന്തെങ്കിലും കുറവുകൾ കാണുന്നുണ്ടോ എന്ന് നോക്ക്. പിന്നെയും ഖുർആൻ പറയുന്നത് രണ്ടു വട്ടമായി. ആദ്യം പറഞ്ഞു ആകാശം പടച്ചത് നീ ഒന്ന് നോക്ക്, നിനക്ക് ഒരു യാറക്കുറച്ചും കാണാൻ സാധ്യമല്ല. ഫർജിഉൽ ബസറ, ഒന്നും കൂടി നോക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, ഈ തട്ടുകളായി പടച്ച ആകാശത്തിൽ എന്തെങ്കിലും ഗ്യാപ്പാ, എന്തെങ്കിലും ന്യൂനതമാ എന്ന് കാണാ നോക്ക്. പിന്നെയും ഖുർആൻ പറയുന്നു സുമ്മർജിഉൽ ബസറ കറതൈനി, പിന്നെയും രണ്ട് വട്ടം നോക്ക്. ഇപ്പൊ എത്ര വട്ടമായി? 4 വട്ടമായി. പിന്നെയും 2 വട്ടം കൂടി നോക്ക്. യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. അങ്ങനെ 4 വട്ടമല്ല, 4000 വട്ടം ഈ ആകാശത്തെ നീ നോക്കിയാലും, ഇനി ഖിയാമത്ത് നാൾ വരെ നീ പിന്നെയും പിന്നെയും നോക്കിയാലും നിനക്ക് ഒന്നും കാണാൻ സാധ്യമല്ല. യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ, നിന്റെ 2 കണ്ണും അത് പരാജയപ്പെട്ടു പോകും, അത് തിരിച്ചു തന്നെ മടങ്ങി വരും. ഒരു ഗ്യാപ്പാ, ഒരു ന്യൂനതമാ, ഒരു യാറക്കുറച്ചമാ ഒന്നും കാണാൻ സാധ്യമല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് നാം ഓതുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, അല്ലേ? എന്റെ ശരീരത്തെ ഞാൻ മുന്നടിച്ചു. ആരിലേക്ക്? ഫതറസ് സമാവാതി, ആകാശത്തെ പടച്ച അള്ളാഹുവിലേക്ക്. എന്താണ് ഈ ആകാശത്തിനെ കുറിച്ച് അല്ലാഹു ഇത്ര പറഞ്ഞത്? ആ ആകാശം അത്രയും വിശാലമാണ്. ഒന്ന് മനസ്സിലാക്കി നോക്കി. നമ്മുടെ ഈ ഭൂമി ഏത് രൂപത്തിലാണുള്ളത്? ഏത് ആകൃതിയിലാണുള്ളത്? ഒരു ബോളിന്റെ ആകൃതി, അല്ലെ? അല്ലെങ്കിൽ കോഴിയുടെ മുട്ടന്റെ ആകൃതിയിലാണ് ഉള്ളത്. ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ഭൂമിന്റെ ഒരു ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നെങ്കിൽ ഈ ഭൂമിയുടെ മറ്റേ ഭാഗത്ത് ഒരു കൂട്ടം ആൾ താമസിക്കുന്നുണ്ട്. ഇതിന്റെ അടിഭാഗത്തും താമസിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും താമസിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു തട്ട് കാണുന്നുണ്ട്. ഏത്? മേൽഭാഗത്തുള്ള ആകാശം. ഇതിന്റെ വണ്ണവലിപ്പം നോക്കി. ഈ ഭൂമിയെ കുറിച്ച് നാം മനസ്സിലാക്കിയാൽ ഈ ഭൂമിന്റെ എല്ലാ ഭാഗത്തും, അടിഭാഗത്തും, വലഭാഗത്തും, ഇടഭാഗത്തും
എല്ലാ ഭാഗത്തും ജനങ്ങൾ താമസിക്കുന്നുണ്ട്, പാർക്കുന്നുണ്ട്. അവർക്കെല്ലാം സുരക്ഷിതമായ പന്തല്, സുരക്ഷിതമായ ആ തട്ട് അതേതാണ്? ഒന്നാം ആകാശമാണ്. ഒന്ന് മനസ്സിലാക്കി നോക്കി, ഇതിൽ എത്ര വലിപ്പമാണ് ആകാശത്തിനതും. നമുക്കും കാണുന്നുണ്ട് മേൽഭാഗത്ത് നോക്കുമ്പോൾ ആകാശം, അപ്പുറത്ത് ഭാഗത്ത് ജീവിക്കുന്നവർക്കും കാണുന്നുണ്ട് മേൽഭാഗത്തുള്ള ആകാശം, ഇടഭാഗത്ത് ജീവിക്കുന്നവർക്കും കാണുന്നുണ്ട് മേൽഭാഗത്തുള്ള ആകാശം, അടിഭാഗത്ത് ജീവിക്കുന്നവർക്കും കാണുന്നുണ്ട് അതാ ഒന്നാം ആകാശം. അപ്പൊ നോക്കിയോ ആകാശത്തിന്റെ വണ്ണ വലിപ്പം എത്ര ചെറിയ. അതാണ് പറഞ്ഞത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ. അപ്പോൾ മനസ്സിലാകും നാം മുന്നിട്ടത് ആകാശത്തിനെ പടച്ച അല്ലാഹു. ആ ആകാശത്തിന്റെ വണ്ണ വലിപ്പം എത്ര ഉണ്ട് നമുക്ക് മനസ്സിലായി. ഈ ഭൂമി എന്നുള്ളത് ഒരു കോലിരുമുട്ടിന്റെ ആകൃതിയിലാണുള്ളത്, അല്ലെ? അതിന്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരേ ആകാശമാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും അവർക്ക് ആകാശലോകം കാണുന്നുണ്ട്. അപ്പൊ ഈ ആകാശലോകത്തിന്റെ വണ്ണ വലിപ്പം എത്രയാണ്? ഈ ആകാശത്തിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ കുർസും അർസും. അപ്പൊ നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അല്ലദീ, ആരാണ് അല്ലാഹു, ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. ഈ 7 ആകാശത്തെ അല്ലാഹു തആല തട്ട് തട്ടായി പടച്ചു. ഒന്നും കൂടി നമുക്ക് ഹദീസിൽ കടക്കാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതായത് ബൈനമാ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ഇരുന്നിട്ടുണ്ട്. ഇത് അത്താ അലൈഹിം, അങ്ങനെ ഇരിക്കുമ്പോൾ മേൽഭാഗത്ത് മോട, അല്ലെ, മേഘം, മോട ഇങ്ങനെ വന്നോട്ടുണ്ട്. മോട വന്നയില്ലേ, മഴ പറമ്പത്ത് വന്നു ആ മോട. അപ്പൊ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ട്, ഹൽ തദ്റൂന മാ ഹാദാ, ഈ വന്നോട്ടുള്ള ഈ മേഘം, ഈ മോട എന്തിനായിട്ട് നിങ്ങൾക്ക് ഗൊന്തുണ്ടാ? സ്വഹാബാക്കൾ മോടാഞ്ചൽ ഗൊന്തുണ്ടു. അയം റസൂലുള്ളാഹിന്റെ ചോദ്യത്തിന്റെ മുമ്പ് അവർക്ക് മനസ്സിലായി എന്തെങ്കിലും ഒന്നിൽ ഉണ്ടാകും. അങ്ങനെ വെറുതെ റസൂല ചോദിക്കൂല. മുത്തുനബി കേട്ടത് ഹൽ തദ്റൂന മാ ഹാദാ, എന്താണ് ഈ മോട ഇങ്ങനെ വന്നോട്ടുള്ളൂ? സ്വഹാബാക്കൾക്ക് അറിയാം അത് മോഡമാണ്, മേഘമാണ്. എങ്കിലും സ്വഹാബാക്കൾക്ക് അറിയാം മുത്തുനബി ചോദിക്കണമെങ്കിൽ എന്നും ഒരു പാഠമുണ്ടാകും. ഖാലു, സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലാണ് അതിനെ കുറിച്ച് അറിഞ്ഞവൻ എന്ന് സ്വഹാബാക്കൾ പറഞ്ഞു. അപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദൽ ഇനാൻ, ഇത് ജലശേഖരണമാണ്. ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൃഷികൾക്കും വെള്ളം ശേഖരിച്ച് അത് മഴയായിട്ട് ഇത് മഴയായിട്ട് നമുക്ക് ചൊരിക്കുന്ന ഒരു വെള്ളമാണത്, ജലശേഖരണമാണ്. അതിൽ കൂടിയാണ് വെള്ളത്തെ അള്ളാഹു ശേഖരിച്ചിട്ട് ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മഴയായിട്ട് വെള്ളം തരുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പിന്നെയും ചോദിക്കുന്നു, അതെന്താ? ഹൽ തദ്റൂന മാ ഫൗഖകും, ഹൽ തദ്റു, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത് എവിടേക്കാണ് അള്ളാഹു തആല കൊണ്ടുപോകുന്നത്? ഈ മേഘത്തെ റബ്ബ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അറിയുമോ? അത് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാ അള്ളാഹു തആല അതിനെ കൊണ്ടുപോകുന്നു ഇലാ ഖൗമിൻ, ഒരു ഖൗമിലേക്കാണ്, ഒരു സമുദായത്തിലേക്കാണ്. ലാ യസ്കുറൂനഹു വലാ യദ്ഊനഹു, അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യാത്ത, അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യാത്ത, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത അവരിലേക്കാണ് ഈ ജലശേഖരണത്തെ അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. ഇവിടെ മനസ്സിലാക്കണം, റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അല്ലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അർ റഹ്മാൻ സിഫത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. പടച്ച റബ്ബ് പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ വെള്ളത്തെ, ഈ മേഘത്തെ അള്ളാഹു തആല കൊണ്ടുപോകുന്നത് ഒരു സമുദായത്തിനേക്ക് മഴ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സമുദായത്തിനേക്ക് തണ്ണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനത്തെ സമുദായമാണ്? ലാ യസ്കുറൂനഹു, റബ്ബിന്റെ നിഅമത്തിനേക്ക് ശുക്ർ ചെയ്യാത്ത,
റബ്ബിന്റെ നിഅമത്തിനേക്ക് ശുക്ർ ചെയ്യാത്ത, വലാ യദ്ഊനഹു, റബ്ബിനിക്ക് ഇബാദത്ത് ചെയ്യാത്ത ആ സമുദായത്തിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോഴാണ് മനസ്സിലാകും അർ റഹ്മാൻ ദുനിയാവിൽ ഒഴിപ്പെട്ടെങ്കിലും ഒഴിപ്പെട്ടില്ലെങ്കിലും, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും അള്ളാഹു താല എന്താക്കും? റഹ്മത്ത് നൽകും. ഞങ്ങൾ കൊടുക്കാമ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ, ഞങ്ങൾക്ക് ആരെങ്കിലും ഉപദ്രാക്കിയെങ്കിൽ അങ്ങ് ഉപകാരാക്കാൻ ഞങ്ങൾ പോവാമ? ഇല്ല. മുത്തുനബി അള്ളാഹുവിന്റെ കുറിച്ച് പറയുന്നു, ആ റബ്ബ് ആരാണെന്ന് അറിയുമോ? ശുക്ർ ചെയ്യാത്ത, ഇബാദത്ത് ചെയ്യാത്ത, റബ്ബിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആ സമുദായത്തിലേക്ക് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മേഘത്തെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് സുമ്മഖാല, പിന്നെ മുത്തുനബി ചോദിക്കുന്നു, ഹൽ തദ്റൂന മാ ഫൗഖകും, ആ മേഘത്തിന് മേലെ എന്താണ് ഉള്ളത്? ആ മേഘത്തിന് മേലെ എന്താണ് ഉള്ളത്? അപ്പോൾ സുഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലു അലം, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൊരു സുരക്ഷിത തട്ടാണ്, അഥവാ ഒന്നാം ആകാശമാണ്. അത് നമ്മെ രക്ഷപ്പെടുത്താനുള്ള ഒരു സുരക്ഷിതമായ ഒരു തട്ടായിട്ട് അള്ളാഹു അതിനെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കും, അതിന്റെ മേലെ എന്താണ് ഉള്ളത്? പിന്നെ പറയുന്നു, ഇതേപോലെയുള്ളൊരു ആകാശമാണ്. എന്നിട്ട് ആ ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിൽ എത്ര വഴിദൂരമാണ് ഉള്ളത്? അതിന്റെ ഇടയ്ക്ക് എത്ര ദൂരമുണ്ട്? ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ബാക്കി ഹദീസ് പൂർത്തിയാക്കാം. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനേ, നീ കബൂലാക്കണം അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട്, റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ എല്ലാ ഇബാദത്തുകൾ നീ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളെ ബാനിയത്തിലും ഞങ്ങളെ ബിസിനസ്സിലും ഞങ്ങളെ പണിയിൽ ധാരാളം നീ ബറക്കത്തുകൾ ചൊരിക്കണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം റഹ്മാനെ. റമളാൻ മാസത്തിൽ വലിയ പൈസ ഇറക്കി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാഹ്. റമളാൻ തീരുമ്പോൾ വലിയ ഒരു നിഅമത്തിലായി നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കളുടെ ഉമ്മവാപ്പയുടെ രോഗം ശിഫയാക്കണം അല്ലാഹ്. നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരണം അല്ലാഹ്. അന്യരായ ശൈഖുനാ ഉസ്താദിന്റെ രോഗം നീ ശിഫയാക്കണം അല്ലാഹ്. അജിലായ ശിഫ നൽകണം അല്ലാഹ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഇസ്സത്ത് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. ഒരാളെ മുമ്പിലും നീ കുറവാക്കല്ല അല്ലാഹ്, ഐബാക്കല്ല അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് ആ മരിക്കുന്ന നിമിഷത്ത് അല്ലാഹ് സന്തോഷത്തോടെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വാഗതം പറയുന്ന നിലയ്ക്ക് ഖിബ്ലയിലേക്ക് മുന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഹബീബായ മുത്തുനബിക്ക് സ്വലാത്തും സലാമും ചൊല്ലി ജുമുഅ രാത്രിയോ പകലോ റമളാനിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാഹി